അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും. മാർക്ക് ഹുഗേൻ്റെ വാക്കുകളാണ്. ഡിജിറ്റൽ യുഗത്തിൽ ഈ വാക്കുകൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. സത്യവും മിഥ്യയും, മാധ്യമ ലോകത്തെ കളിതമാശകളും പ്രേക്ഷകൻ്റെ ജീവിതകാര്യവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് മാധ്യമം. നിയമനിർമ്മാണത്തിൻ്റെയും മൂല്യവൽക്കരണത്തിൻ്റെയും നിയമത്തിൻ്റെയും കൂടെ മാനുഷിക പരിഗണനയെ ഉയർത്തിക്കൊണ്ടുവരാൻ മൂല്യങ്ങൾ കൽപ്പിക്കേണ്ടതാണ് മാധ്യമം എന്ന് പറയുന്നത്. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ സത്യത്തിൻ്റെ കാവൽക്കാരാണോ അതോ മിഥ്യയെ നിർമ്മിക്കുന്നവരാണോ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമുക്കറിയാം, വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവം ലോകത്തെ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ഒരു കാലത്ത് അറിവായിരുന്ന വാർത്തകൾ ഇന്ന് ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മത്സര കളരിയായിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനം. അവിടെ സത്യത്തിനേക്കാൾ വേഗതക്കും ധാർമ്മികതയേക്കാൾ റേറ്റിങ്ങിനുമാണ് സ്ഥാനം. ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നതിന് പകരം ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനുള്ള തിടുക്കമാണ് ഇന്ന് മാധ്യമങ്ങൾക്കുള്ളത്. പലപ്പോഴും ചാനൽ ചർച്ചകളിലെ ബഹളങ്ങൾക്കിടയിൽ സത്യം കുഴിച്ചു മൂടപ്പെടുന്നു. ക്ലിക്ക് ബൈറ്റ് തലക്കെട്ടുകൾക്ക് ക്ലിക്ക് നേടാൻ വേണ്ടി കളിതമാശകളാൽ മാധ്യമലോകം നമുക്ക് മുന്നിൽ കിടന്ന് നിരസിക്കുന്നു. പലപ്പോഴും തെറ്റായ വാർത്തകൾ നൽകി പിന്നീട് അത് തിരുത്തുക എന്നത് ഒരു പതിവ് രീതിയായി മാറി. പലപ്പോഴും ഇത് ആരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. ഇതോടൊപ്പം നവമാധ്യമത്തിൻ്റെ സ്വാധീനം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എന്നിട്ട് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയകളും ഓരോ സാധാരണക്കാരനെയും റിപ്പോർട്ടറാക്കി മാറ്റിയെന്നത് വലിയ കാര്യമാണ്. ഒരു എഡിറ്റർ ഇല്ലാതെ, കൃത്യമായ നിരീക്ഷണങ്ങളില്ലാതെ ഈ ലോകത്തിലേക്ക് മുന്നിൽ ഷെയർ ബട്ടൺ അമർത്തിക്കൊണ്ട് അത് സത്യമാണോ പ്രചരിക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാതെ ഷെയർ ബട്ടൺ അമർത്തി ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നവമാധ്യമങ്ങളാണ്. ഇവിടെ സൈബർ ആക്രമണങ്ങളും വ്യാജ വാർത്തകളും കൂടുതൽ വേദിയാകുന്നത് ഈ നവമാധ്യമങ്ങളിലാണ്. ഇവിടെയാണ് വിഷയത്തിൻ്റെ രണ്ടാം ഭാഗം കടന്നു വരുന്നത്. മാധ്യമത്തിന് ഇത് റേറ്റിംഗ് കളിയായിരിക്കാം, എന്നാൽ സാധാരണ മനുഷ്യന് ഇത് ജീവിതമാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യാജ വാർത്തകളും തെറ്റായ സന്ദേശങ്ങളും മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ അത് ആഴത്തിൽ പതിക്കാറുണ്ട്. ഇവിടെ ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഒരു തിരുത്തു വരേണ്ടത് നമ്മിൽ നിന്നാണ്. എല്ലാ വാർത്തകളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം അന്വേഷിച്ച് സത്യസന്ധമായ വാർത്തകളെ, മൂല്യമുള്ള വാർത്തകളെ മനസ്സിലാക്കി ഒരു മാധ്യമ സാക്ഷരത നിറവേറാൻ കൈക്കൊള്ളാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. സത്യത്തെക്കാൾ മിഥ്യം ഉയർത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ
നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ എല്ലാ വാർത്തകളെയും നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുമുണ്ട്. മിഥ്യങ്ങളുടെ മഞ്ഞുമൂടലുകളെ നീക്കി സത്യത്തിൻ്റെ സൂര്യപ്രകാശം ദർശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.